ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ, ഇറാനി പോള. അപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്ക് ആണെങ്കിൽ കൂടി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിന്നർ ആണെങ്കിലും ഏത് സമയവും കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോളയിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കനോ ബീഫോ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്, 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പ്, മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നോർമലി വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇത്. എന്നിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഓവർ ചെറുതായിട്ട് നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടൊന്നും എടുക്കണ്ട കേട്ടോ, കൈ വെച്ചിട്ട് കട്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ചിക്കൻ്റെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടേ. അടുത്തത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏതോ ഒരു പാനിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അതുപോലെ തന്നെ ചിലവർക്ക് ഓവർ ഉണങ്ങിയിട്ട് ഫ്രൈ ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ലപോലെ കുറവായിട്ട് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടണ്ട കേട്ടോ, ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കാരണം നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് കൂടണ്ടേ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവർ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാൻ നിൽക്കേണ്ട, ചതക്കുമ്പോഴാണ് ഒന്നുകൂടി മസാലയ്ക്ക് ടേസ്റ്റ് കൂടുതൽ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ഇത് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇറാനി പോളയുടെ ഫില്ലിങ് റെഡിയാക്കുമ്പോൾ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, നമ്മൾ ഒരുപാട് സവാള ഇട്ടിട്ട് ഓവറാക്കി എടുക്കാൻ പാടില്ല. ചിക്കനും സവാളയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ഇതിൽ നിന്ന് കടിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ഇറാനി പോളയുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററിന് ഞാൻ 2 മുട്ടയുടെ അളവിനാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും പറയുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാൽ 1 കപ്പ് ചേർത്തിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ നോക്കിയിട്ട്. ഇനി 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യാതെ ചേർക്കാൻ നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഗ്ലാസ് അളവിൽ മൈദ അളക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം ആ ഗ്ലാസ്സിൽ തന്നെ അളക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അളവിൽ വ്യത്യാസം വരില്ല. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലപോലെ ഫൈനായിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുറച്ചധികം തന്നെ കട്ടിയുണ്ട്. അപ്പോൾ ഇത്രക്ക് വേണ്ട കേട്ടോ, കുറച്ചൊന്നുകൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിലും കൂടി പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമ്മൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിലാണ് കേട്ടോ പാൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ലൂസായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലൂസ് മതി, ഓവർ ലൂസാവാനും പാടില്ല, ഓവർ കട്ടിയാവാനും പാടില്ല കേട്ടോ ഈ ഒരു രീതിക്ക്. അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ ഇറാനി പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, സൈഡിലും മിഡിലും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഗീ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പകരം സൺഫ്ലവർ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാനിൻ്റെ അടിയിലായിട്ട് ഞാനൊരു പഴയ പാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചധികം സമയം തന്നെ നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗീ ഇതുപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ നേരെ പകുതി ഈ ഒരു സമയത്ത് ഫസ്റ്റ് ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുക. നേരെ പകുതി തന്നെ ഒഴിക്കാൻ നോക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് അടിയിലത്തെ ലെയർ ഒന്ന് സെറ്റായിട്ടൊന്ന് ആറി കിട്ടും കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ഒരു 4 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, മിഡിൽ ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. സൈഡൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ടാവും കേട്ടോ. മിഡിൽ ഭാഗം അങ്ങനെ നല്ലപോലെ ആറണം എന്നില്ല, സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ആറി കിട്ടണം. അപ്പോൾ ഇതുപോലെ ആറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കൈ വെച്ചിട്ട് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കുറച്ച് ഫില്ലിംഗ് എല്ലാം ആക്കിയിട്ടുള്ളൂ 2 സവാള വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോളൊക്കെ ഇടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കണേ. ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡ് കൂടി വെക്കണ്ട കേട്ടോ, ഇതുപോലെ നടുവേ കൂടി മാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. സൈഡ് അവിടെ ഒഴിച്ച് വിടണേ, കാരണം എങ്കിലേ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് സൈഡ് കൂടി കവറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ബാറ്റർ ഉണ്ടല്ലോ, അത് മൊത്തത്തിലായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് സൈഡ് കൂടി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് മിഡിലേക്ക് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിഡിൽ ഇട്ട് കൊടുത്ത ഫില്ലിംഗ് എന്ന് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ലൊരു മൊഞ്ചുണ്ടാവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ക്യാപ്സിക്കം കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വട്ടത്ത് കട്ടയിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ ഇതുപോലെ പൊടിയായിട്ട് കട്ടയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും വെക്കണേ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെന്തിട്ട് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ ഒരു പോളയ്ക്ക്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത്. പിന്നെ ചിലവരുടെ ഫ്ലെയിമിന് വ്യത്യാസത്തിനനുസരിച്ചിട്ട് 20-25 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പോള സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 26 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ വേവാനായിട്ട്. നല്ലപോലെ പാനിൽ നിറയെ പൊങ്ങി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പാത്രത്തിൽ നിന്ന് ഇളക്കുന്ന സമയത്ത് സൈഡൊക്കെ നല്ലപോലെ വിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ നന്നായിട്ടൊന്ന് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഗീ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം, കുറച്ച് മതി കേട്ടോ, ഒരല്പം മാത്രം. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് പാനിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ, കാരണം അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല. നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണാനുള്ള ഈ ഒരു മൊഞ്ച് പോലെ തന്നെ കഴിക്കാനും ഇത് അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടില്ല. ഇനി ഈ ഒരു ഭാഗം കൂടി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ, ചെറിയ രീതിക്കൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പോള സെറ്റായിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലല്ലേ? അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു പോള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ഫിനിഷിംഗ് ഒക്കെ തന്നെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്, ഒട്ടും ഗ്യാപ്പില്ലാതെ. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഫില്ലിങ് സൈഡ് കൂടി വെക്കാതെ മിഡിൽ ഭാഗത്ത് മാത്രം വെക്കുക, എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ് തന്നെ കിട്ടിക്കോളും. അപ്പോൾ സിമ്പിളല്ലേ? അപ്പോൾ ഒരു തവണയെങ്കിലും ചിക്കൻ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്